ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാം രണ്ട് പ്രാവുകളെ നമ്മൾ പറത്തിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻട്രോക്ക് വേണ്ടിയിട്ട് ഒരു വെറുതെ ഒന്ന് കൈമ പിടിച്ചാണ് ഈ പ്രാവ്. അപ്പോൾ ഇത് മുട്ടയിടാനായിട്ട് ഇത് വെട്ടുപ്രാവാണ്. വെട്ടുപ്രാവാണ്. അപ്പോൾ അത് അവിടെ നിന്നോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവ്. അപ്പോൾ ഇതിനെപ്പോഴും കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി വായ്ക്കുട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഡ്രൈവർ പ്രാവിൻ്റെ കൂടെ വിടാൻ പോകുന്ന കുഞ്ഞനാണിത്. ഇതൊരു 4 കള്ളിയായ പ്രാവാണ്. ഇപ്പോൾ ഒരു വൈറ്റ് ബ്ലാക്ക് ആയിലാണ് വന്നത്. 4 കള്ളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഹവായിക്കുട്ടിയിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു 12 ml സിറിഞ്ചിൽ ഒരു 5 ml ആണ് നമ്മൾ പ്രാവിന് വെള്ളം കൊടുക്കൽ. അപ്പോൾ ഇത് നമുക്ക് പ്രാവിന് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനെ പറത്തിക്കുന്ന ടൈമിൽ തന്നെയാണ് ഈ പരുന്ത് വട്ടിട്ട് വരുന്നുണ്ട്. നമ്മളെ കളത്തിലേക്ക് തന്നെ വരാൻ നിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രാവിനെ പറത്തുമ്പോൾ ഇങ്ങോട്ട് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവിടെ നിന്ന് പറക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വിടുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ പിടിക്കുകയായിരിക്കും, അറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിന് വെള്ളമൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പറത്തിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രാവിനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവല് ഹൈറ്റ് കയറി വരുന്നുണ്ട്. വിട്ടപാട് തന്നെ നല്ലോണം തുണ പിടിച്ചിട്ട് തന്നെ പറക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മാക്സിമം ഒരു പ്രാവിനും കൂടി ഞാൻ ഇടാൻ നോക്കണം. അപ്പോൾ വേറെ പ്രാവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാത്തത്. അപ്പോൾ ടൈം കയറ്റുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പ്രാവൊക്കെ പറന്ന് ഇറങ്ങിയ ഒരു ടൈം ആകുമ്പോൾ വേറെ ഒരു പ്രാവിനെയും കൂടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെയാണ് ടൈം കയറ്റുന്നത്. അങ്ങനെ എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എനിക്ക് പറഞ്ഞു തന്നതാണ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു പ്രാവ് വളർത്തുന്ന പോലെ. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് പെട്ടെന്ന് തന്നെ ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കയറാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് താഴെ തന്നെ പരുന്ത് പറക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് മുകളിലോട്ട് കയറുന്ന പ്രാവ്. അപ്പോൾ ഇപ്പോൾ പ്രാവ് ഹൈറ്റിൽ തന്നെയാണ്. അപ്പോൾ പരുന്താണ് താന്നിട്ടാണ് പറക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒരു 10 മിനിറ്റ് പോലെ ആയി. ഇപ്പോഴും നല്ല ഹൈറ്റിൽ തന്നെയാണ് പറക്കുന്ന പ്രാവ്. നല്ല ഫോമുണ്ട്. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്. മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ലോണം കാണുന്നുണ്ട്. അങ്ങനെ പ്രാവിനെ കാണാത്ത പ്രശ്നമൊന്നുമില്ല. ക്ലിയറായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. അതായത് നമ്മളെ കണ്ണോട് കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ പ്രാവ് പറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഹൈറ്റിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ പറക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിൻ്റെ അരിയത്തുകൊണ്ട് തന്നെ ഒരു പരുന്ത് പറന്നുണ്ടായിരുന്നു.
അപ്പോൾ പേടിച്ച് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ പിടിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൂരത്തുനിന്ന് നല്ല സ്പീഡിലാണ് വന്നത്, പക്ഷേ പ്രാവിനെ കിട്ടിയില്ല. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പ്രാവ് നല്ലോണം ഹൈറ്റ് കയറിയിട്ടുണ്ട്, നേരത്തെ നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു പ്രാവിന്, ഒരുമാതിരിയാണ് പറക്കുന്ന പ്രാവ്. അപ്പോൾ ഗൈസ് നമ്മളെ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല, വീണ്ടും ആ പരുന്ത് പ്രാവിനെ പിടിക്കാൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ പ്രാവിനെ ഇറക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് വായ്ക്കോടിൻ്റെ മുകളിലോട്ട് പെട്ടെന്ന് ലൈറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് ശീലിപ്പിച്ചത്, അപ്പോൾ ലൈറ്റ് ഇട്ടാൽ മാത്രം ഐറ്റങ്ങൾ ഇറങ്ങും. അപ്പോൾ എങ്ങനെയാണ് പ്രാവിനെ ഇറക്കാമെന്ന് നിങ്ങൾ ശീലിപ്പിച്ചത് അതേപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ഇറക്കേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മളെ വയറ് വിട്ടുപോയിണ്ടായിരുന്നു, അപ്പോൾ നമ്മളവിടെ ചുരുട്ടി വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ഇത് ശരിയാക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വെട്ടുപ്രാവിനൊന്ന് കാണിക്കുക. അപ്പോൾ ഗൈസ് ഇനി നമ്മളെ കുഞ്ഞന്മാരെയൊക്കെ നമ്മളെ വായ്ക്കൂട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞന്മാരെയും നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഗൈസ് ഇപ്പോഴും പരുന്ത് ചുറ്റി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രാവ് ഇപ്പോൾ ഹൈറ്റിൽ തന്നെയാണ് ഉള്ളത്, അപ്പോൾ ഇതാ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇറക്കുക. എന്തായാലും പ്രാവ് നല്ല ഹൈറ്റിലായതുകൊണ്ട് പരുന്തിന് കിട്ടൂല, പരുന്ത് താന്നിട്ടാണ് പറക്കുന്നത്. എന്തായാലും ഇവര് താന്ന് വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ വായ്ക്കോട്ടിയിലുള്ള അതിൻ്റെ ഒരു തുണയാണിത്. അപ്പോൾ ഇതും ഒരു 2 കള്ളിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങണം. അപ്പോൾ കൂടുതൽ കളിയാകുമ്പോൾ പറത്തിച്ചിട്ട് കാര്യമല്ല, ഈ പ്രായത്തിൽ പറത്തിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് അടുത്ത കുഞ്ഞ് ഇതാണ്. അപ്പോൾ ഈ കുഞ്ഞ് നമ്മളെ മുകളിൽ പറക്കുന്ന പ്രാവിൻ്റെ തുണയാണ്, അല്ല തുണാന്ന് കുഞ്ഞനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പറത്തിക്കണം, പക്ഷേ ഇതിന് കള്ളിയായില്ല. അപ്പോൾ ഒരു 2 കള്ളിയാകുമ്പോൾ പറത്തിക്കുക. അപ്പോൾ ഇനി ഇതിനെ വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പ്രാവിനെ ലൈറ്റ് ഇട്ടിട്ട് ഇറക്കണം, നമ്മളെ ലൈറ്റൊക്കെ ശരിയാക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കണം. അപ്പോൾ ഒരു വയറ് വിട്ടതാണ്, അതുകൊണ്ട് പ്രശ്നമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാനുള്ളൂ. എപ്പോഴും നമ്മളെ പ്രാവ് പറക്കുന്നുണ്ട്, ശേഷം ഹൈറ്റിൽ തന്നെയാണ്. ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് പ്രാവുള്ളത്. ഇതെല്ലാം അവർ പറക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത്യാവശ്യം താന്നു വന്നിട്ടുണ്ട്. നേരത്തെ നല്ല ഹൈറ്റിലാണോ, ഇപ്പോൾ കുറച്ച് താന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൽ ഇറങ്ങാനുള്ള എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല താന്നിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവിനുള്ള ഫുഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വെട്ടുപ്രാവിനൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മളെ കുഞ്ഞനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അവൽക്കൊന്ന് ഫുഡ് വെച്ച് കൊടുക്കുക.
അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത്യാവശ്യം നല്ലോണം താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഇറങ്ങാനുള്ള എല്ലാ ഇതും കാണിക്കുന്നുണ്ട്, ചിറകൊക്കെ വിടർത്തി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത്ര താന്ന് വന്നല്ലോ, ഇനി ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇറക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായനെ ഇറക്കാം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രായനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുമ്പോൾ പ്രാവ് ചിറകടിച്ചോളൂ. അപ്പോൾ പറക്കുന്ന പ്രാവ് ഇറങ്ങിക്കോളൂ. അപ്പോൾ കുഞ്ഞന്മാർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇനി വെള്ളം വെച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളെ പ്രാവ് പറഞ്ഞത് 53 മിനിറ്റാണ്, ഏകദേശം 1 മണിക്കൂർ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓലിപ്പോൾ പറക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുടായൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറിയൊരു ഇരുടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്, ഇനി പ്രാവ് ഇറങ്ങി തന്നാൽ മതി. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് നേരത്തെ താന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം നല്ല ഹൈറ്റ് കയറി വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ വീണ്ടും മോളോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറക്കാം, കൂടുതൽ ഇരുടായിട്ട് വെറുതെ മിസ്സാവേണ്ട പ്രാവിനെ. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അത് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്, മിക്കവാറും ഇപ്പം തന്നെ ഇറങ്ങും. അപ്പോൾ അവരിങ്ങനെ കറങ്ങി ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് വീണ്ടും ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി തന്നില്ല, എന്താണെന്ന് കാരണമെന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞനതാ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ പ്രാവ് ഇപ്പോഴും നല്ല പറക്കലാണ്. അപ്പോൾ കുഞ്ഞാണ് അധികം ഇറങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ ബാക്കിൽ ഡ്രൈവർ പ്രാവ് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇറങ്ങി തന്നെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വരെ വായ്ക്കുട്ടീൻ്റെ ഉള്ളിലേക്ക് ആക്കണം. കുഞ്ഞിനൊരു കിതപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിട്ടപ്പോൾ കിതപ്പുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ല, ഒരു കഫക്കെട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഞ്ഞിക്കൂർക്കൻ്റെ ഇല കൊടുക്കണോ അല്ലെങ്കിൽ വല്ല മെഡിസിനും വാങ്ങി കൊടുക്കണോ. അപ്പോൾ എന്തായാലും ഡ്രൈവർ പ്രാവിന് കിതപ്പൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി വായ്ക്കുട്ടിയിലേക്ക് ഇടാം വില. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് വായ്ക്കൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ ഫുഡ് കഴിച്ചോട്ടെ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.